പ്രതി അമ്മയും കാമുകനും കേട്ട് തഴമ്പിക്കുകയാണ് ഇത്തരം ക്രൂരതകൾ. എറണാകുളം കലൂരിൽ നിന്നാണ് ഒടുവിൽ ഈ വാർത്ത. 12കാരനെ മർദ്ദിച്ച് അവശനാക്കിയ ക്രിമിനൽ കൂട്ടം. അമ്മയും ആൺസുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ 12 വയസ്സുള്ള കുഞ്ഞ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കലൂരിൽ കഴിഞ്ഞ ദിവസമാണ് 12 വയസ്സുകാരനെ അമ്മയുടെ ആൺസുഹൃത്ത് ആക്രമിച്ചത്. കുട്ടിയുടെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2 വർഷമായി കുട്ടിയുടെ അമ്മയ്ക്ക് ഒപ്പമായിരുന്നു. അമ്മയുടെ ഒപ്പം അമ്മയുടെ ആൺസുഹൃത്തും ഒപ്പം ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് അമ്മയുടെ കൂടെയായിരുന്നു. അമ്മയുടെ കൂടെ ആയിരുന്നു. കല്ലൂരാണ്. എൻ്റെ അമ്മയുടെ കൂടെ നിന്നപ്പോൾ സാധാരണ ചേട്ടൻ നിൽക്കാൻ വരുമായിരുന്നു 2-3 ആഴ്ച. വെറുതെ നിന്നിട്ട് പോകുമായിരുന്നു. ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് 2 മാസമായിട്ട് സ്ഥിരമായി ഞങ്ങളുടെ കൂടെ. ലാസ്റ്റ് ആ ചേട്ടൻ്റെ ദേഷ്യം വന്നിട്ട് എന്നെ പിടിച്ച് എണീപ്പിച്ചിട്ട് കഴുത്തി പിടിച്ചിട്ട് ബാത്റൂമിൻ്റെ സൈഡിലോട്ട് ബാക്കോട്ട് അടിച്ചിട്ടു. എൻ്റെ ഷോൾഡർ ബാത്റൂമിൻ്റെ സൈഡിൽ പോയി ഇടിച്ചു. നല്ല പരിക്കേറ്റുണ്ടായി. പിന്നെ കൈ പിടിച്ചൊന്ന് വളച്ചായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി അമ്മനെ വിളിച്ചോണ്ട്. അമ്മ അന്നേരം ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായില്ല. എന്നിട്ട് അമ്മ വിളിച്ചു പോയപ്പോൾ അമ്മ ചേട്ടനെ അങ്ങോട്ടും വിളിച്ചു അപ്പുറത്തെ റൂമിലോട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു ചേട്ടനോട് അപ്പുറത്തെ റൂമിൽ പോ, ഇവിടെ കിടക്കണ്ട, ഞാൻ അമ്മ കിടന്നാൽ മതി. ലാസ്റ്റ് അമ്മേനെ കുറേ വിളിച്ചപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് എന്നെ കൈ വെച്ച് മാന്തിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കുറച്ചു നേരം കിടന്നു. ആദ്യമായിട്ടാണോ മോനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആദ്യമായിട്ടില്ല, ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടുണ്ട്. വേറെ ഒരാളുണ്ടായിരുന്നു. അമ്മ റിയാക്ട് ഒന്നും ചെയ്തില്ല? ഇല്ല, ഒന്നും റിയാക്ട് ചെയ്തില്ല. പിടിച്ചു പറ്റും അങ്ങനെയൊന്നും ചെയ്തില്ല. ഇപ്പൊ എങ്ങനെയാണ് ഈ കുട്ടി ഉപദ്രവിച്ച കാര്യം കുട്ടിയുടെ അമ്മയുടെ അനിയത്തി ഇന്നലെ സ്കൂളിൽ കുട്ടീനെ കാണാൻ പോയിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഉപദ്രവിച്ചെന്ന് പറയുന്നത്. അപ്പം അമ്മയുടെ അനിയത്തി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് ഉപദ്രവമുണ്ട്. ഞാൻ കല്ലൂര് കോളേജ് അടുത്താണ്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുന്ന് നേരെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പോലീസിനൊക്കെ അറിയിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഇടുപ്പിന്റെ ഭാഗത്ത് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നെഞ്ച് മാന്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വേദന ഉണ്ട്, മാംസം കുറച്ച് പോയിട്ടുണ്ട്. കുട്ടിയെ ഉപദ്രവിക്കാനിടയായ കാരണങ്ങൾ ഇതാണ്. കുട്ടിക്ക് വലിയ മാനസികാഘാതവും ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് കൌൺസിലിംഗ് ഒക്കെ നൽകും. ഏതായാലും എളമക്കര പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുമുണ്ട്. ക്യാമറമാൻ ശരത് മാട്ടുകാവിനൊപ്പം സ്നേഹ മൊളൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.